അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 വേർഡ്സാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രൈം എക്സാമ്പിൾ, സെക്കൻഡ് വൺ ബോദറിങ്, തേർഡ് വൺ ക്യൂരിയസ് ആൻഡ് ഫോർത്ത് വൺ ഔട്ട് ഗോയിങ് പേഴ്സൺ ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് അൺകംഫർട്ടബിൾ. അപ്പോൾ നമ്മൾ ഈ 5 വേർഡ്സാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇത് മിക്കവർക്കും തന്നെ അറിയാവുന്ന വേർഡ്സൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ എന്നാലും നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. അപ്പോൾ പ്രൈം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൈം സ്പോട്ട്. ഇപ്പം നമുക്ക് പറയാം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പറയാം ആ കട ഇരിക്കുന്നത് വളരെ സിറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പ്രൈം ഫാക്ടറാണ്. ഓക്കെ, അതായത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്, നമ്മളുടെ ക്യാരക്ടർ ഷേപ്പ് ചെയ്യാനൊക്കെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ പ്രൈം സസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു പ്രധാന പ്രതി എന്ന് പറയും. പ്രൈം സസ്പെക്റ്റ്, ഹീസ് പ്രൈം സസ്പെക്റ്റ് എന്ന് പറയത്തില്ലേ നമ്മൾ. അപ്പം അതാണ് പ്രൈം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്യാം, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള വേർഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ നോർമലായിട്ട് സംസാരിക്കുമ്പം അതിൽ ഈ വാക്കുകളൊക്കെ അങ്ങ് പ്രയോഗിക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വേർഡ് എന്ന് പറഞ്ഞാൽ ബോദറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് അതായത് ഡിസ്റ്റർബ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ബോദറിങ്. അതിന് ഒരു ഞാൻ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3 എക്സാമ്പിൾ. ഇപ്പം നമ്മൾ പറയുക, അപ്പം കുട്ടികളെല്ലാം 2-3 കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമ്മൾ പറയും, അവനെ ശല്യപ്പെടുത്തരുത്, അവൻ പഠിക്കുകയാണ്, അവനെ ശല്യപ്പെടുത്തരുത്. അപ്പോൾ അതിന് നമുക്ക് പറയാം ഡോണ്ട് ബോദർ ഹിം. ഓക്കെ, നമുക്ക് കുട്ടികളോട് പറയാം ഡോണ്ട് ബോദർ ഹിം. ഓക്കെ, അല്ലെ ഡോണ്ട് ബോദർ ഡേവിഡ്, അങ്ങനെ നമുക്ക് പേര് വെച്ച് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഹെൽപ്പ് വേണം, ഒരാളുടെ കയ്യിൽ നിന്നൊരു ഹെൽപ്പ് വേണം. അപ്പം നമ്മൾ ആദ്യം അവരോട് നമ്മൾ പറയും ഐ എം സോറി ടു ബോദർ യു. ഓക്കെ, ഐ എം സോറി ടു ബോദർ യു, അതായത് ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ നീ ക്ഷമിക്കണം. ഐ എം സോറി ടു ബോദർ യു, ബട്ട് കുഡ് യു ഹെൽപ്പ് മീ. ഓക്കെ, നമുക്കങ്ങനെ ചോദിക്കാം. അപ്പം നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ നീ ക്ഷമിക്കണം, പക്ഷെ നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് ഒരാളോടൊരു ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അത് ഇനിയും തൊട്ട് യൂസ് ചെയ്ത് പഠിക്കുക. നമ്മൾ ചെറിയ വാക്കുകളൊക്കെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനുമൊക്കെ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ മിക്കവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ ഈവൻ കുട്ടികളെ തന്നെ നമ്മൾ പറയത്തില്ല, അവന് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, അവന് ഭയങ്കര എന്താ പറയുക, ഇൻട്രസ്റ്റാണ് ഓരോ കാര്യത്തിന്. അവന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മളോട്. അങ്ങനെ കുട്ടികൾക്ക് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ചെറിയ കുട്ടികൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് പറയാം ക്യൂരിയസ്, ഹീ ഈസ് വെരി ക്യൂരിയസ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറെ അതിന് മലയാളത്തിൽ നമ്മൾ പറയാം ജിജ്ഞാസ എന്നാണ് പറയുന്നത്, ജിജ്ഞാസ. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ പറയാം, അതായത് ചിലർ ഓവർലി ക്യൂരിയസ് ആയിരിക്കും, ചില കാര്യങ്ങളിൽ ഭയങ്കര ജിജ്ഞാസയായിരിക്കും, അല്ലേ, ഓവർലി ക്യൂരിയസ്. അങ്ങനെ വേണം. അപ്പോൾ ക്യൂരിയോസിറ്റിയുടെ അർത്ഥം മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നാലാമത്തെ വാക്കെന്ന് പറഞ്ഞാൽ, ഫോർത്ത് വാക്കെന്ന് പറഞ്ഞാൽ ഔട്ട് ഗോയിങ് പേഴ്സൺ ആണ്. ഔട്ട് ഗോയിങ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് വളരെയധികം ഉത്സാഹമുള്ള ഒരു പേഴ്സൺ. അതായത് അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും, പിന്നെ അവർക്ക് പിന്നെ ഭയങ്കര സോഷ്യലൈസേഷൻ ആയിരിക്കും. അത് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരോട് സംസാരിക്കാനും ഒക്കെ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും അവർ. അവരെ അങ്ങനെയുള്ള പേഴ്സണാലിറ്റിയെ നമ്മൾ പറയുന്നതാണ് ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റി. ചിലർ കണ്ടിട്ടില്ലേ, വീട്ടിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടി അവരാരോട് സംസാരിക്കത്തില്ല. ഈവൻ നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാൽ പോലും അവർ അധികം സംസാരിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള പേഴ്സണാലിറ്റിയുടെ ഓപ്പോസിറ്റാണ് ഈ ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ. അവർ ഭയങ്കര ഹാപ്പിയും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും, ഭയങ്കര സോഷ്യലായിരിക്കും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അതാണ് ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റി. അപ്പോൾ നമുക്കിനി യൂസ് ചെയ്യാം. അപ്പോൾ അവനൊരു ഔട്ട് ഗോയിങ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അവനൊരു ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റിയാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ പറയാം. അതുപോലെ തന്നെ 5ാമത്തെ വേർഡെന്ന് പറഞ്ഞാൽ ഐ ഫീൽ അൺകംഫർട്ടബിളാണ് നമ്മൾ പഠിച്ചത്. അൺകംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ടും പറയുന്നത് നമുക്കൊരു കംഫോർട്ട് ആവുന്നില്ല, അതായത് സംതിങ് ഡിസ്റ്റർബിങ് അസ്. അതാണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അതാണ് ഐ ഫീൽ അൺകംഫർട്ടബിൾ. അതായത് നമുക്കൊരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ചുരിദാറോ ഒക്കെ ഇടുമ്പോൾ നമുക്കത് പാകം അല്ലെങ്കിൽ നമ്മൾ പറയും ഐ ഫീൽ അൺകംഫർട്ടബിൾ. അതാണ് നമ്മൾ കംഫർട്ടബിൾ, അതായത് നമുക്കൊട്ടും കംഫോർട്ട് തോന്നിക്കുന്നില്ല, അതാണ് അൺകംഫർട്ടബിൾ. ഓക്കെ, താങ്ക് യു.